എസ്തേർ 5-ാം അധ്യായം. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന് നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്ന രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് എന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞി, എന്ത് വേണം? എന്താവും നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തേർ, രാജാവിന് തിരുവള്ളം ഉണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരണമെന്ന് അപേക്ഷിച്ചു. എസ്തേർ പറഞ്ഞ പോലെ ചെയ്യുവാൻ ഹാമാനെ വേഗപ്പെടുത്തു എന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ ഒരുക്കി വിരുന്നിന് ചെന്നു. വീഞ്ഞു വരുന്ന രാജാവ് എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹവും എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തേർ, എൻ്റെ അപേക്ഷയും ആഗ്രഹം ഇതാവുന്നു. രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവള്ളം ഉണ്ടെങ്കിൽ രാജാവ് ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ച പോലെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. എന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവും ഉള്ളവനായി പുറപ്പെട്ടു പോയി. എന്നാൽ രാജാവിൻ്റെ വാതിൽക്കൽ മൊർദെഖായി എഴുന്നേൽക്കാതെയും പിന്നെ കൂശാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മൊർദെഖായുടെ നേരെ കോപം നിറഞ്ഞു. എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തൻ്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സെരശിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തൻ്റെ ധനം, ആഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നു വിവരിച്ചു പറഞ്ഞു. എസ്തേർ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിന് എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടി ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടി വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്ന് ഹാമാൻ പറഞ്ഞു. അതിന് അവൻ്റെ ഭാര്യ സെരശും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട്, 50 മുഴം ഉയരമുള്ള ഒരു കരിമരം ഉണ്ടാക്കട്ടെ. മൊർദെഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കരിമരം ഉണ്ടാക്കിച്ചു.